എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ വാവിനുണ്ടാക്കുന്ന അടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഫ്രൈഡ് അടയും ഒന്ന് സ്റ്റീംഡ് അടയുമാണ് നമ്മൾ വാവിന് വെച്ചത്. അപ്പോൾ അതാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം ഞാൻ 2 കപ്പ് റൈസ് ഫ്ലോർ ഞാൻ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ സെയിം റൈസ് ഫ്ലോറാണ്. കുറച്ച് ഉപ്പും പിന്നെ ചൂടുവെള്ളമാണ്, നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കണേ. അത് 3.5 കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കപ്പ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ഓരോ കപ്പ് വെള്ളം ചേർക്കാവുള്ളൂ. അതൊരു സ്റ്റിക്കി പരുവാകുമ്പോൾ നിർത്തിക്കണം നമുക്ക്. അത് കഴിഞ്ഞ് കുറച്ച് ഗീയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അത് മാറ്റി വയ്ക്കുക, തണുക്കാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ശർക്കരയിൽ തേങ്ങാപ്പീര ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വിളയിച്ചെടുത്ത് കുറച്ച് ഞാൻ ഏലക്കയുടെ പൊടിയും ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് നന്നായിട്ട് അത് വഴറ്റിയിട്ട് നമ്മളത് മാറ്റി വയ്ക്കുക. പിന്നെ ഇതുണ്ടാക്കുന്നത് പഞ്ചസാരയുടെയാണ്. പഞ്ചസാരയും ഏലക്കയും തേങ്ങാപ്പീരയും കൂടെ ഒന്ന് ചോപ്പറിൽ ഞാൻ ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഇലയൊന്ന് വാട്ടിയെടുക്കണം. നമ്മൾ ഗ്യാസിലൊന്ന് വാട്ടിയെടുത്തേക്കണം. വാട്ടിയെടുക്കുന്നത് വെച്ചാൽ ഗ്യാസിലൊന്ന് കാണിച്ചാൽ മതി, ആ ഫയറിലൊന്ന് കാണിച്ചാൽ മേളും തിരിച്ചു മറിച്ചൊന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിലാണ് ഇങ്ങനെ മാവ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. ഭയങ്കര തിന്നായിട്ട് തേക്കണം. ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. സൈഡിലൊന്നും ഇങ്ങനെ തിക്കായിട്ടിരിക്കരുത്. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് അതിങ്ങനെ റൗണ്ട് ഷേപ്പ് വരത്തില്ല, നമുക്ക് സാധാരണ ഈ ഷേപ്പൊക്കെ കിട്ടത്തുള്ളൂ ഇലയിലല്ലേ. അത് കഴിഞ്ഞ് ശർക്കര നമുക്ക് ഇങ്ങനെ കുറച്ച് ഇടാവുള്ളൂ, ഒത്തിരി ഇടരുത്. അത് കഴിഞ്ഞ് അത് ഫില്ല് ചെയ്ത് നമ്മളിങ്ങനെ സൈഡിലോട്ടൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിയുമ്പോൾ നമുക്കിത് ഇല അടയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം സൈഡൊക്കെ നമുക്ക് അറ്റത്തൊന്നും കൊണ്ടുവരരുത്. കാരണം കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കണം. എന്നിട്ട് ഇത് അടയ്ക്കുമ്പം വെളിയിലോട്ടാവരുത്, അത് ശ്രദ്ധിക്കണം. മാവ് വെളിയിലോട്ട് നിൽക്കരുത്. അത് കഴിഞ്ഞ് നമുക്ക് വേറൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് നന്നായിട്ടിങ്ങനെ കൈ കൊണ്ടിങ്ങനെ തേച്ചെടുത്ത് കഴിഞ്ഞാൽ അത്ര തിന്നായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇലയുടെ കട്ടിയായി കഴിഞ്ഞാൽ അത് വേവുമ്പോൾ ചിലപ്പോൾ മാവ് നമുക്ക് ചുവയ്ക്കും. അതുകൊണ്ടാണ് അപ്പം അത്രയ്ക്ക് തിന്നായിട്ട് നമുക്ക് പരത്തുന്നതാണ്. ഇതിപ്പോൾ പഞ്ചസാരയുടെ ഞാൻ മിക്സാണ് വെച്ചത്. അതും ഞാൻ ഇതുപോലെ തന്നെ മടക്കി അന്നേരം സ്റ്റീമറിലാക്കി. ഇനി ഞാൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ദോശക്കല്ല്, പഴയ ഈ ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിൽ അതാണ് നല്ലത്. അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് പിന്നെ ഒരു വട്ടപാത്രം ഏതെങ്കിലും വെച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഭാരമുള്ള എന്തെങ്കിലും വെക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഇടിക്കുന്ന കല്ല്. അപ്പം ഞാൻ 2 കല്ലാണ് വെച്ചത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പം ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ചാൽ അത് നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഇത് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ തുറന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ചെറിയ ബ്രൗണായിട്ട് വരും. അപ്പോൾ ഇതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ അടയിൽ. അപ്പം ഇതാണ് വാവിന് വെച്ചത്. മേലിൽ പൊടിച്ചിട്ടിരിക്കുന്ന അരിപ്പൊടിയാണ്. അപ്പം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ വീണ്ടും കാണാം.